مولاي صل وسلم دائما أبدا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 2025 ജൂലൈ 30. കഴിഞ്ഞ വർഷം ഇതേ ദിവസം കേരളത്തിന്റെ ഹൃദയഭൂമിയായ വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുണ്ടായ ഭീകരമായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു വർഷം തികയുന്നു. ആ ദുരന്തം നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും പുതിയ മുറിവുകളായി നിൽക്കുന്നു. നിരവധി ജീവനുകൾ പൊലിഞ്ഞുപോയി. കുഞ്ഞുങ്ങൾ, വൃദ്ധർ, യുവാക്കൾ, സ്ത്രീകളടക്കം ഏകദേശം 300-ലധികം ആളുകൾ മണ്ണിനടിയിൽ അകപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 392 പേർ മരണപ്പെട്ടുവെന്നും 150-ലധികം പേർ കാണാതായെന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലരുടെയും മൃതദേഹങ്ങൾ ഇപ്പോഴും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ദുരന്തത്തിന്റെ ഭീകരത ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നു. ആ ദിവസം 2024 ജൂലൈ 30 കനത്ത മഴയും ഉരുൾപൊട്ടലും കാരണം മുണ്ടക്കൈയും ചൂരൽമലയും മണ്ണിനടിയിലായി. വീടുകൾ, പാലങ്ങൾ, റോഡുകൾ എല്ലാം തകർന്നടിഞ്ഞു. നൂറുകണക്കിന് ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ദുരന്തം വന്നെത്തിയത്. കുട്ടികളുടെ കരച്ചിൽ, വൃദ്ധരുടെ നിലവിളി, കുടുംബങ്ങളുടെ തകർച്ച എല്ലാം ആ ദുരന്തത്തിന്റെ ഭീകരമായ ചിത്രമാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ദിവസങ്ങളോളം നീണ്ടു. സൈന്യം, പോലീസ്, അഗ്നിശമനസേന, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. പക്ഷേ പലരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദുരന്തത്തിന്റെ ആഘാതം ഇപ്പോഴും വയനാട്ടിലെ ജനങ്ങളെ വേട്ടയാടുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഓർത്ത് കണ്ണീരൊഴുക്കുന്നവരാണ് അവിടെയുള്ളവർ. പല കുടുംബങ്ങളും പൂർണ്ണമായി തകർന്നു. അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. കുട്ടികൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. വൃദ്ധർ തങ്ങളുടെ പിന്തുണകളെ നഷ്ടപ്പെട്ടു. ദുരന്തബാധിതർക്ക് സർക്കാർ സഹായങ്ങൾ നൽകിയെങ്കിലും മാനസികമായ ആഘാതം ഇപ്പോഴും മാറിയിട്ടില്ല. പുനരധിവാസം, പുനർനിർമ്മാണം എല്ലാം ക്രമേണ നടക്കുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ട ജീവനുകളെ തിരിച്ചുകൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. ഓരോ ദിവസവും അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു, കണ്ണീരോടെ. ഇപ്പോൾ ദുരന്തത്തിന്റെ ഒരു വർഷത്തിനിടയിൽ ഒരു ഹൃദയഭേദകമായ കാഴ്ച നമുക്ക് മുന്നിൽ വരുന്നു. ഉരുൾപൊട്ടൽ നടക്കുന്നതിന് തൊട്ടുമുമ്പ് നബിദിന ദിവസത്തിലെ ആഘോഷങ്ങളുടെ വീഡിയോ. يا أكرم الخلق ما لمن نلوذ به سواك عند علو للحادث الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك به إذا الكريم تحالى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയമുള്ളവരെ, നമ്മുടെ ഘോഷയാത്ര നാം എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളേണ്ട മഹത്തായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. എല്ലാവരും, നമ്മിൽ നിന്ന് മരണപ്പെട്ട പല ആളുകളുമുണ്ട്. എല്ലാവരും ശരിയായി നല്ല നിലക്ക് ഇഖ്ലാസോടുകൂടെ തന്നെ ഫാത്തിഹയും മറ്റും ഓതി നമുക്ക് ദുആ ചെയ്യാനുണ്ട്. എല്ലാവരും കൂട്ടമായി ആ രൂപത്തിലേക്ക് നിൽക്കണമെന്ന് ആവശ്യപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ നബിദിന റാലി എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ നാളെ നമ്മളൊക്കെ
വന്ന് കിടക്കേണ്ട അതേ മണ്ണിന്റെ മുന്നിലാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലിനു വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും മുണ്ടക്കൈ മഹല്ലി ഈ രൂപത്തിലാകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഒരുപാട് ഉമ്മ, സഹോദര, സഹോദരി, ഉപ്പമാര് കിടന്നുറങ്ങുന്ന മണ്ണിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. മുണ്ടക്കൈ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചിന്ത കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം, പഴയ കാരണവന്മാരോടൊക്കെ ചോദിച്ചാൽ നമ്മുടെ മഹല്ലിന്റെ അവസ്ഥ ഏത് രൂപത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പറഞ്ഞു കേട്ടെടുത്തോളം നമ്മുടെ പള്ളി തന്നെ വലിയൊരു ചരിത്രമാണ്. ആ പള്ളിയുടെ സ്വപ്നം കണ്ട പല ആളുകളും, ആ പള്ളിക്ക് വേണ്ടി പ്രയാസങ്ങൾ സൃഷ്ടിച്ച പല ഉമ്മമാരും തോട്ടപ്പണി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി താൻ ഏത് പണിക്കാണോ നിന്നത് ആ വസ്ത്രം പോലും ഒന്നും മാറ്റാതെ അതേ രൂപത്തിൽ വന്ന് മണ്ണ് കളച്ചെടുത്ത് ആ പള്ളിയുടെ പരിസരം, ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി അതിലൊക്കെ ഭാഗവാക്കായ ഒരുപാട് ഉമ്മമാര്, സഹോദരിമാർ, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ കിടന്നുറങ്ങണം. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിച്ച നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ കിടന്നുറങ്ങണം. അവർക്കൊക്കെ വേണ്ടി നല്ല ഒരു പ്രാർത്ഥന, അതാണ് നമ്മുടെ ഈ നബിദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. മരിച്ചുപോയ അവർക്കൊക്കെ വേണ്ടി വല്ലതും ലഭിക്കുക. നമ്മൾ ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ആത്മാർത്ഥമായി നമ്മുടെ മഹല്ലിന്റെ ഖബർസ്ഥാനമാണ്, കണ്ണീരൊഴുക്കി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക, ആമീൻ പറയുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ഖബൂലാക്കട്ടെ. ഇലാ ഹദ്റത്തി റൂഹി നബിയിനാ വശഫീനാ മുഹമ്മദിൻ ഇലാ ഹദ്റത്തിൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ദുആ ചെയ്യുകയാണ്. എല്ലാവരും നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് കൊടുക്കുക, നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് കൊടുക്കുക. അതോടൊപ്പം ഹബീബുനാ റസൂലുള്ളാഹി നമ്മുടെ സഹായിയായിരിക്കും
ഇതിന് നമുക്ക് ശഫാഅത്ത് ചെയ്യും എന്ന നിലക്ക് നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് കൊടുക്കൂ. എങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു ഖബൂലാക്കുക തന്നെ ചെയ്യും. അക്കാര്യം തീർച്ചയാണ്. എല്ലാവരും ആ നിലക്ക് തന്നെ ചെയ്യും. എല്ലാവരും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 3 സ്വലാത്ത് ഉച്ചത്തിൽ ചൊല്ലണമെന്ന് ആവശ്യപ്പെടുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. بسم الله الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد اللهم صل وبلغ نصر ثواب ما قرأنا وما صلينا وهذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى آبائه وإخوانه من الأنبياء والمرسلين وإلى أرواح أزواجه الطاهرات أمهات المؤمنين وأهل بيته وأولاده وأصحابه رضوان الله تعالى عن كل واحد منهم أجمعين اللهم وإلى أرواح أهل الخير كلهم أجمعين اللهم وإلى أرواح من أخرجوا من هذه المحلة يا رب العالمين الرحمن الرحيم يا الله نمرتنا لصلاة وقبولات يا رحمن فاتح إخلاص وعبد الدين قولات يا رحمن الله يجعل جلي صلاة ഖിറാഅത്തിന്റെയും സ്വഭാവം അല്ലാഹു ഞങ്ങളുടെ മഹല്ലത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച പല ആളുകളും അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലമാണ്. ഞങ്ങൾക്കും അന്ത്യവിഷമം കൊള്ളേണ്ട സ്ഥലമാണ്. റഹ്മാനായ റബ്ബി അവിടെ കിടന്നുറങ്ങുന്ന എല്ലാ ആളുകളുടെയും പാപങ്ങളുടെയും പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ദറജ നീ ഏറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഈ സംഭവത്തിന് ഇതുപോലെ ഞങ്ങൾ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് അല്ലാഹുവേ ഇത്തരം കാര്യത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന പലരും ഇവിടെ കിടന്നുറങ്ങുന്നു. അല്ലാഹുവേ ഇത് കണ്ടുകൊണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം അവർക്ക് നീ നൽകണേ റഹ്മാനെ. അവരുടെ ഖബറിലേക്ക് നീ സന്തോഷം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ജനാത്തുൽ നഈമിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഘോഷയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ഉള്ള അല്ലാഹുവേ അവർക്കെല്ലാം നീ ഖൈർ പ്രദാനം ചെയ്യണേ റബ്ബേ. എല്ലാ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആ വീഡിയോയിൽ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. കുട്ടികൾ ചിരിക്കുന്നു, യുവാക്കൾ നൃത്തം ചെയ്യുന്നു, വൃദ്ധർ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. നബിദിനത്തിന്റെ ആത്മീയതയും സന്തോഷവും നിറഞ്ഞ ആ കാഴ്ച ഇപ്പോൾ നമ്മെ കരയിപ്പിക്കുന്നു. കാരണം ആ ആഘോഷത്തിലുണ്ടായിരുന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവർ മണ്ണിനടിയിലകപ്പെട്ടു, ദുരന്തത്തിന്റെ ഇരകളായി. ആ വീഡിയോ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം എത്ര നശ്വരമാണെന്നാണ്. ഒരു നിമിഷം സന്തോഷം, അടുത്ത നിമിഷം ദുഃഖം. ഈ ദുരന്തം നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. പ്രകൃതിയോട് സമന്വയിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം, ദുരന്ത പ്രതിരോധത്തിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം നാം പഠിക്കണം. വയനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ പുനർനിർമ്മാണത്തിന്റെ പാതയിലാണ്. അവരുടെ ധൈര്യവും പ്രത്യാശയും നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്. മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ശാന്തി നേരുന്നു, ബാക്കിയുള്ളവർക്ക് ശക്തി നൽകുന്നു. ഈ ഓർമ്മ ദിനത്തിൽ നാം ഒരുമിച്ച് നിന്ന് ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ജീവിതം തുടരട്ടെ, ഓർമ്മകൾ നിലനിൽക്കട്ടെ.